ഹലോ, അസ്സലാമലൈക്കും. എച്ച്.എം വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് മുമ്പായി വരുന്നത് ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. നമ്മുടെ കണ്ണൂർ മയ്യിൽ ഏബിൾ വില്ലേജിൽ പോയതാണ്. അപ്പോൾ എങ്ങനെ ആ വീഡിയോ ഒന്ന് കണ്ടാലോ? അങ്ങനെ നമ്മളെ യാത്ര ബസ്സിലായിരുന്നു. നമുക്ക് കണ്ണൂർ തന്നെ ആയതുകൊണ്ട് ബസ്സിന് അടുത്താണ്. ബസ്സിൽ ഒരു 21 രൂപയുടെ ടിക്കറ്റ് മാത്രമേ വേണ്ടൂ. അങ്ങനെ മിച്ചുകുട്ടി ബസ് എന്നുള്ളവർക്കൊക്കെ കഴിഞ്ഞൊരു വീഡിയോ ആണ് കണ്ടത്. പിന്നെ നമ്മൾ ഏബിൾ വില്ലേജിലേക്ക് എത്തി. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അതൊരു ഇറക്കമാണ്. അത് ഇറങ്ങാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ നല്ല രസമായിരുന്നു. അങ്ങനെ അതുവഴി നമ്മൾ ഇറങ്ങി. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പ്രായമുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. മക്കൾ നല്ല സ്പീഡിൽ പോവും. അപ്പോൾ അങ്ങനെ മക്കളെ കുറച്ച് നമ്മൾ പിടിച്ചു വെച്ചു. അതിന് വണ്ടിയുണ്ട്, ഇറങ്ങാനും കയറാനും ഒക്കെ വണ്ടിയുണ്ട്. പക്ഷെ ഇറക്കമായതുകൊണ്ട് നമ്മൾ വണ്ടി ചൂസ് ചെയ്തില്ല. ഇതാണ് അതിൻ്റെ എൻട്രൻസ് ആയിട്ട് കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ഉള്ളിലേക്ക് കയറേണ്ട പൈസയൊക്കെ കൊടുക്കേണ്ടത്. കുട്ടികൾക്ക് 100 രൂപയും വലിയക്ക് 200 രൂപയായിരുന്നു ഉള്ളിലേക്ക് കയറേണ്ട ഫീ വരുന്നത്. പിന്നെ അങ്ങോട്ട് ഫോട്ടോസ് എടുക്കലായി. അങ്ങനെ നമ്മൾ ആദ്യം ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും കുട്ടികൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന്. അങ്ങനെ ഉള്ളിൽ കയറിയുമ്പോൾ തന്നെ കാണുന്നത് നല്ലൊരു വ്യൂ ആണ്. ആ വ്യൂവിൽ നമ്മൾ ഫോട്ടോസ് എടുത്തു. ഒരു ലവ് ഉണ്ട്. ആ ലവ് നല്ല വൃത്തിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഫിഷ്, ആ ഫിഷിൽ നിന്ന് എടുത്തു. അങ്ങനെ മിച്ചുമോൾക്ക് ആ ഫിഷിൻ്റെ ഉള്ളിൽ കയറണമെന്ന് പറഞ്ഞ് വിടാത്തതിൻ്റെ മുഖഭാവമാണ് ഈ കാണുന്നത്. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഫിഷിന് ഫുഡ് കൊടുക്കുന്ന ആ ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ അതിലേക്ക് കൈയിടുക, എന്നിട്ട് അതിൽ ഫിഷ് വന്ന് കൊത്തി തിന്നുക, അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. സംഭവം മിക്കിലാവുമെങ്കിലും എനിക്കൊരു പേടിയാണ്. അതുകൊണ്ട് തീറ്റയൊന്നും വാങ്ങിച്ചില്ല. വെറുതെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അതിൻ്റെ അകത്ത് കൈയിട്ടതാണ്. എന്നിട്ട് അവിടുന്ന് ഹാൻഡ് വാഷൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകി. പിന്നെ വരുന്നത് ഈ ഒരു പച്ചക്കറി തോട്ടം. അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കൂടി ജസ്റ്റ് നടക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത്. നിങ്ങൾക്കുണ്ട് ഇങ്ങനെ ഒരു ക്രേസ്, സ്ഥലം കാണുമ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുക്കാനുള്ള ഒരു ക്രേസ്? അതെനിക്കുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ. അങ്ങനത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മളങ്ങനെ മുന്നോട്ടേക്ക് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ഗുഹയാണ് വരുന്നത്. ആ ഗുഹയിലൂടെയാണ് നമ്മൾ ആദ്യം ഉള്ളിലേക്ക് കടക്കേണ്ടത്. അങ്ങനെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ അവിടെ ഒരു കുരങ്ങച്ചനുണ്ട്. അങ്ങനെ കുരങ്ങച്ചനെ നേരിട്ട് കണ്ടാൽ കൈ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഫോട്ടോയിൽ കൈ കൊടുത്തിട്ടും പിന്നെ അതിനോട് കുറച്ച് സംസാരിച്ചപ്പോൾ ബാക്കിൽ നിന്ന് എൻ്റെ സിസ്റ്റർ പറയുന്നുണ്ട്, നീ എന്തിനാണ് എന്നോട് എന്നെ സംസാരിക്കുന്നതെന്ന്. ആ ഒരു മൊമെൻറ്റ് നല്ല രസമുണ്ടായിരുന്നു ആ ഒരു കുരങ്ങച്ചനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വീണ്ടും കുറച്ചൊരു കുന്ന് പോലെ, അത് നല്ല രസമുണ്ടായിരുന്നു അതിൽ കൂടെ നടക്കാൻ. പിന്നെ ഫിഷിൻ്റെതാണ്. അത് മേൽക്കൂടി ഫിഷ് ഇങ്ങനെ പോകുന്നതും വലിയ വലിയ ഫിഷിൻ്റെയും. ഈ ഫിഷിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും പറയാൻ എന്നെക്കൊണ്ടാവില്ല. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ആ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ കാണുന്ന വ്യൂ ഇതായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. നോക്കൂ, ഈ ഫ്ലവറിനെ കാണാൻ നല്ല വൃത്തിയിൽ. ഞാനിട്ട ഡ്രസ്സും ഫ്ലവറാണല്ലോ. അങ്ങനെ ചളിയടിച്ച് മുന്നോട്ടേക്ക് നമ്മൾ നടന്നു. ഒരുപാട് നമുക്ക് കാണാനുണ്ട് അതിൻ്റെ അകത്ത്. കിളികളായിട്ടും നമ്മളെ ചെറിയ ചെറിയ പെറ്റ്സായിട്ടും. അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയി. കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ എന്നെക്കൊണ്ടാവില്ല. ഇതൊരു മുഴലാണ്. നല്ല രസമുണ്ട് അതിനെ കാണാൻ. ഭയങ്കര ക്യൂട്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ അതിനെ നല്ല വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമ്മൾ മുന്നിലേക്ക് നടന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പുറത്തിറങ്ങുമ്പം ഈ ഒരു ഫോട്ടോൻ്റെ ഒരു സെക്ഷനാണ് വരുന്നത്. അവിടെ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ മേലെ കയറാൻ നോക്കിയിട്ടുണ്ടായിനി. പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റി വിസിലടിച്ചിട്ട് എന്നോട് പറഞ്ഞു, താഴത്തേക്ക് വേഗം പോടില്ലെങ്കിൽ പണി കിട്ടുമെന്ന്. അങ്ങനെ അയാളെ അടുത്ത് നിൽക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അയാളെ നോക്കി നിന്നു. പിന്നെ അതിൻ്റെ താഴെ തന്നെ ആയിട്ട് വരുന്ന വേറൊരു നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. മേലെ സിസ്റ്റർ നിർത്തിച്ച് ഞാൻ ഫോട്ടോ ഇവിടുന്ന് എടുത്തു. പിന്നെ കുട്ടികളെ കളിക്കാൻ ടെൻഡൻസിലേക്കാണ്. അപ്പോൾ അവിടെ കണ്ടൊരു ആനയാണ്. ജീവിതത്തിൽ ഒരിക്കലും ആനയായിട്ട് ഫുട്ബോൾ കളിക്കാൻ എന്നെ കൊണ്ട് പറ്റാത്തതിനാൽ കുരങ്ങച്ചൻ്റെ കൂടെ ഫോട്ടോ എടുത്തതുപോലെ ആനക്കുട്ടിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കുന്നതായിട്ടുള്ളൊരു ഫോട്ടോ എടുത്തു. അത് കണ്ട് എൻ്റെ മോള് പറയുന്നുണ്ടായിരുന്നു, ഉമ്മ എന്തിനാ ആനേൻ്റെ ചവിട്ട് വാങ്ങുന്നതെന്ന്. ആ ഒരു ചളിയും കേട്ട് ഉള്ളിലേക്ക് പോയി. അപ്പം അവൾ ഊഞ്ഞാലാട്ടി നല്ല സ്പീഡിലാട്ടാൻ പറഞ്ഞു. അങ്ങനെ അവൾക്ക് ഊഞ്ഞാലാട്ടുമ്പോൾ ആ ഒരു സന്തോഷം കാണുമ്പോൾ സ്പീഡ് കൂട്ടാനും തോന്നുന്നുണ്ട്. അങ്ങനെ
ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെ റൈഡ്സിലൊക്കെ കയറി. അങ്ങനെ ഈ റൈഡ്സിൽ നിന്ന് കുട്ടികൾ അങ്ങനെ പാലത്തിലൂടെ നടന്ന് പോയി അപ്പുറത്തേക്ക് വരിക, എന്നിട്ട് ഇതിലൂടെ അങ്ങോട്ട് ഊരുക. അങ്ങനെ അവർ ഊരലും ചാട്ടലും ഒക്കെ കഴിഞ്ഞു കറക്കവും നല്ല രസമുണ്ടായിരുന്നു. അവർക്ക് നല്ല ഹെൽപ്പായിരുന്നു മെൻ്റൽ ഹെൽത്തിന്. പക്ഷേ കയറാൻ കുട്ടികൾക്ക് 100 ആണെങ്കിലും അവിടുന്ന് ഈ കളിക്കുന്നതിനൊക്കെ കയറാൻ വേണ്ടി എക്സ്ട്രാ വേറെ 100 രൂപയും കൂടെ ഉണ്ട്. അപ്പോൾ മനസ്സിലായാലും കുട്ടികൾക്കും 200 വേണം, ഞങ്ങൾക്കും 200 വേണം. അങ്ങനെ ഒരാൾക്ക് 200 ബഡ്ജറ്റ്, കുട്ടിക്കും അമ്മക്കും 200 ബഡ്ജറ്റ് കണ്ടിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. ആഹാ, എന്തൊരു നല്ല ഡാൻസ്! വാവ്, അടിപൊളി. അതിനുശേഷം പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പൂള് കാണാനും കുട്ടികൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ മോള് വരില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ കുട്ടീനെ എങ്ങനെയും നമ്മൾ വെള്ളത്തിലിട്ടേ പറ്റുമെന്നുള്ള അവസാനം അവളെയും വെള്ളത്തിലിട്ട് അങ്ങനെ എല്ലാവരും കൂടെ അടിപൊളിയായി എൻജോയ് ചെയ്ത്. ഈ പൂളിൽ നമ്മൾ വലിയ ആൾക്ക് ചെയ്യാൻ കഴിയില്ല, കുട്ടികൾക്ക് മാത്രമേ അലോഡുള്ളൂ. ആ ഒരു വിഷമം നന്നായി ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ. ആ ഒരു വിഷമം തീർക്കാൻ ഞാൻ മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി. അങ്ങനെ പിന്നെ അതിൻ്റെ തന്നെ മേലെയുള്ളൊരു പാറയായിട്ടുണ്ട്, അവിടുന്ന് ഞാനിങ്ങനെ ഓടി വരുന്നതായിട്ട് വീഡിയോസ് എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. അതാ കാണുന്ന മേലെ ഒരു ജിറാഫ്, അതിൻ്റെ കൂടിയും ഒരു സെൽഫി എടുത്തു. അങ്ങനെ ഊഞ്ഞാൽ കണ്ട സമയത്ത് ഊഞ്ഞാലാടാൻ വേണ്ടി കൊതിയായി. അങ്ങനെ ഊഞ്ഞാലും ആടി. അവളോട് ട്രിപ്പ് എങ്ങനെ ഇഷ്ടമായെന്ന് ചോദിച്ച സമയത്തുള്ള എക്സ്പ്രഷനാണ് സൂപ്പറായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് മുമ്പായി ഒരു വ്ളോഗുമായി വരുന്നത് വരെ ബൈ ബൈ.